കോതമംഗലം പൂയംകുട്ടിയിൽ പുഴയിൽ വീണ കാട്ടാന പെരിയാറിലേക്ക് ഒഴുകിപ്പോയി. ബ്ലാവനക്കടവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കനത്ത മഴയിൽ പുഴയിൽ വീണ കാട്ടാന എന്നാണ് സംശയിക്കുന്നത്. ഒരു കൊമ്പനാന ചത്തൊഴുകി പോകുന്നു പുഴയിൽ കൂടി, പൂയംകുട്ടി പുഴയിൽ കൂടി. തുമ്പിക്കൈയാണോ? ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ആനയുടെ മൃതശരീരമാണ് എന്ന് തന്നെയാണോ വിചാരിക്കേണ്ടത്? മാധു, ആനയുടെ ജഡമാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം പുഴയിലൂടെ ഒഴുകി പോവുകയാണ്. കനത്ത മഴയിൽ പുഴയിൽ വീണ് ചെരിഞ്ഞ കാട്ടാനയാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വനം വകുപ്പ് പരിശോധന നടത്തി വരികയാണ്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നത് പൂയംകുട്ടിയിൽ നിന്ന് കുട്ടമ്പുഴയ്ക്ക് പുഴ ഒഴുകി വരുന്ന ഭാഗത്താണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ബ്ലാവനക്കടത്തിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടമ്പുഴ ഭാഗത്ത് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഈ കാട്ടാന ഒഴുകി വരുന്നുണ്ട് എങ്കിൽ അതിനെ കരയ്ക്കടിപ്പിക്കാനുള്ള ഒരു ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ കുട്ടമ്പുഴ ഭാഗത്തേക്ക് ഇതുവരെ ഈ കാട്ടാന ഒഴുകിയെത്തിയിട്ടില്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പൂയംകുട്ടി പുഴയിൽ നിന്ന് താഴേക്ക് ഒഴുകി വന്നാൽ നേരെ പെരിയാറിലേക്ക് എത്തിച്ചേരും. പെരിയാറിൽ നിന്ന് ഭൂതത്താൻകെട്ട് ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരെ താഴേക്ക് ഇറങ്ങി ആലുവ ഭാഗത്തേക്ക് തന്നെ ഈ ആന ഒഴുകി വരാനുള്ള സാധ്യതയാണുള്ളത്. അല്ല എങ്കിൽ ഭൂതത്താൻകെട്ടിലോ അതിനു മുകളിലോ ആനയുടെ ജഡം തീരത്തോട് അടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ഈ ആനയെ കരയ്ക്കടിപ്പിക്കാനുള്ള ഒരു ശ്രമവും വനംവകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ കുട്ടമ്പുഴയിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ഈ കാട്ടാനയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഒന്നെങ്കിൽ കുട്ടമ്പുഴയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ ആന താഴേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാം. അല്ല എങ്കിൽ ഇത് മറ്റെവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടമ്പുഴ ഭാഗത്ത് ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ്. പുഴയിൽ കൂടി, പൂയംകുട്ടി പുഴയിൽ കൂടി. തുമ്പിക്കൈയാണോ?